ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ലോഗാണ്. നമ്മൾ ഇന്ന് പോകുന്നത് കൊല്ലം ജില്ലയിലെ ഒളിച്ചിരിക്കുന്ന പ്രകൃതിയുടെ ഒരു മനോഹരമായ ഒളിത്താവളത്തിലേക്കാണ്. മറ്റെങ്ങോട്ടുമല്ല, കൊല്ലത്തിൻ്റെ സ്വന്തം ഊട്ടി എന്നറിയപ്പെടുന്ന അമ്പനാട് ഹിൽസിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കൊല്ലം ജില്ലയിലെ പുനലൂരിനടുത്തുള്ള തെന്മല പഞ്ചായത്തിലാണ് അമ്പനാട് ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. പുനലൂരിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്കിവിടെ എത്തിച്ചേരാം. KSRTC ബസ് സർവീസുകൾ ഇങ്ങോട്ടേക്കുണ്ട്. ഈ വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡും ഇരുവശത്തുള്ള ഈ പച്ചപ്പും കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും. ഇതുപോലുള്ള 4 വീൽ ജീപ്പുകളിലൊക്കെ മലകയറി പോകുന്നത് കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. സമുദ്രനിരപ്പിൽ നിന്ന് നല്ല ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് ഇവിടെ. ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഒന്നൊന്നര അനുഭവമായിരിക്കും ഇവിടേക്കുള്ള യാത്ര. യാത്രക്കിടയിൽ റോഡിനരികിലായി ഇങ്ങനെ ഒഴുകുന്ന ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും നമുക്ക് കാണാം. നല്ല തണുത്ത തെളിഞ്ഞ വെള്ളവും ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പഴയ ലയങ്ങളും ഒരുപാട് പഴക്കമുള്ള ഈ ചെറിയ എസ്റ്റേറ്റ്സ് കെട്ടിടങ്ങളൊക്കെ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. ഈ കാണുന്ന കെട്ടിടം കണ്ടില്ലേ, പഴമയുടെ ഒരു പ്രൗഢി ഇപ്പോഴും ആ മേൽക്കൂരിയിൽ ചുവരിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് മലയാള സിനിമകൾക്ക് ഈ മനോഹരമായ സ്ഥലം വേദിയായിട്ടുണ്ട്. ഇവിടുത്തെ കോടമഞ്ഞും പച്ചപ്പും കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്കായതുകൊണ്ട് സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഇത്. അതേപോലെ ഇവിടെ തേയിലത്തോട്ടവും ഗ്രാമ്പൂവിൻ്റെ തോട്ടങ്ങളിൽ ഒന്നാണ് അമ്പനാട് ഹിൽസ്. ഇവിടുത്തെ കാറ്റിൽ പോലും ഗ്രാമ്പൂവിൻ്റെ ഒരു ചെറിയ മണം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അമ്പനാട് ഹിൽസിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് ഈ കാണുന്ന വെള്ളച്ചാട്ടം. പാറക്കെട്ടുകൾക്കിടയിലൂടെ ശക്തമായി പതിക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. കാടിൻ്റെ നടുവിൽ പ്രകൃതിയോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന മറ്റൊരു സ്ഥലം കൊല്ലം ജില്ലയിൽ വേറെ കാണാൻ കഴിയില്ല. ഈ തണുത്ത വെള്ളത്തിൽ ഒന്ന് ഇറങ്ങി കുളിക്കാൻ തോന്നാത്തവരായി ആരും കാണില്ല, അത്രയും മനോഹരമാണിത്. അങ്ങനെ നമ്മൾ മലമുകളിലെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച ശരിക്കും അതിശയിപ്പിക്കുന്നതാണ്. ആ മലനിരകളെ ഒട്ടാകെ കോടമഞ്ഞ് വന്ന് മൂടുന്നത് കണ്ടില്ലേ. കനത്ത കാറ്റും കൂടെ ആ കോടമഞ്ഞും കൂടിയാകുമ്പോൾ നമ്മൾ ശരിക്കും ഊട്ടിയിലോ മൂന്നാറിലോ എത്തിയൊരു പ്രതീതിയാണ്. ദൂരെയായി കാണുന്ന വലിയ എസ്റ്റേറ്റ് ബംഗ്ലാവ് ഒക്കെ ഈ കാഴ്ചയ്ക്ക് കൂടുതൽ ഭംഗി കൂട്ടുന്നു. അപകടം നിറഞ്ഞ ഭാഗമായതുകൊണ്ട് ഇവിടെ ഡു നോട്ട് ക്രോസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സുരക്ഷിതമായി നിന്ന് വേണം ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ. അമ്പനാട് ഹിൽസിലെ ഏറ്റവും മുകളിലെ വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. താഴേക്ക് നോക്കിയാൽ തെങ്കാശിയിലെയും ചെങ്കോട്ടയിലെയും ഒക്കെ തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളുടെ ഒരു ആകാശ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, പശ്ചിമഘട്ടം മലനിരകളുടെയും അച്ചൻകോവിൽ വനമേഖലയുടെയൊക്കെ ഒട്ടാകെയുള്ള ഒരു ഭംഗി ഇവിടെ നിന്നാൽ ആസ്വദിക്കാം. അമ്പനാട് എസ്റ്റേറ്റിലേക്ക് കയറാൻ ഒരാൾക്ക് ഏകദേശം 100 രൂപ നിരക്കിലാണ് എൻട്രി ടിക്കറ്റ് വരുന്നത്. കൂടാതെ വണ്ടികൾക്ക് ചെറിയൊരു ചാർജും കൊടുക്കേണ്ടി വരും. ഈ മലമുകളിൽ വലിയ ഹോട്ടലുകളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ സ്വന്തമായി ഭക്ഷണങ്ങളും വെള്ളവും കയ്യിൽ കരുതുന്നത് എപ്പോഴും നന്നായിരിക്കും കേട്ടോ. ഇനി ഇവിടെ വരാൻ പറ്റിയ സമയമെന്ന് വെച്ചാൽ രാവിലെ നേരത്തെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ വരികയാണെങ്കിൽ ഇവിടുത്തെ കോടമഞ്ഞിൻ്റെയും തണുപ്പിൻ്റെയും യഥാർത്ഥ വൈബ് നമുക്ക് ഫുള്ളായിട്ട് കിട്ടുക. ഉച്ച സമയത്ത് വന്നാൽ ചിലപ്പോൾ ഇത്രയും മഞ്ഞ് കാണാൻ പറ്റിയെന്ന് വരില്ല. തിരക്കുകളിൽ നിന്നൊക്കെ മാറി മനസ്സിന് നല്ലൊരു കുളിർമയും സമാധാനവും തരാൻ പറ്റിയൊരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് വരാൻ പറ്റിയൊരു കിടിലൻ സ്ഥലമാണിത് കേട്ടോ. കൊല്ലം വഴി പോകുന്നവർ എന്തായാലും ഇതൊന്ന് വന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു യാത്രാ വിശേഷമായി വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്.